ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ CDS എക്സാമിന് വേണ്ടിയിട്ടുള്ള പൊളിറ്റിയുടെ ക്ലാസ്സസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ചാപ്റ്റർ ഇന്ത്യൻ പൊളിറ്റി, ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റിയിലെ ആദ്യത്തെ ചാപ്റ്ററായ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. അത് നമുക്ക് പൊളിറ്റിക്ക് അതിലെ ഇന്ത്യൻ പൊളിറ്റിയിലെ എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടന്റ് അല്ല, പക്ഷേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ നല്ല രീതിക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫോർ ദി നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെലൈക്കണം പ്രസ് ചെയ്യുക. ഈ ഒരു 2 മന്ത് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് എല്ലാ സബ്ജക്ട്സും തീർക്കും, കൂടാതെ ഒരു റിവിഷനും നടത്തും. സോ വീഡിയോയിലേക്ക് പോകാം. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അതാണ് ചാപ്റ്ററിന്റെ നെയിം വരുന്നത്. ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ വന്ന വർഷമാണ് ചോദിക്കുന്നത്. ഇത് 1608 ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ വന്നത്. അവർ എന്തിനു വേണ്ടിയാണ് ഇന്ത്യയിൽ വന്നത്? ട്രേഡിങ്ങിന് വേണ്ടി, അതായത് വ്യാപാരത്തിന് വേണ്ടി ട്രേഡേഴ്സ് ആയിട്ടാണ് അവർ വന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷേഴ്സ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപത്തിൽ ഇന്ത്യയിലേക്ക് ട്രേഡേഴ്സ് ആയിട്ട് 1608 വന്നത്. പിന്നെ ഇവർ വന്നത് എന്തിന്റെ അണ്ടറിലാണ്? എ ചാർട്ടർ ഗ്രാൻഡഡ് ബൈ ക്വീൻ എലിസബത്ത്. ക്വീൻ എലിസബത്ത് ഗ്രാൻഡ് ചെയ്ത ഒരു ചാർട്ടറിന്റെ അണ്ടറിലാണ് ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിലേക്ക് വരുന്നത്. അവർ വന്നത് 1608 അന്ന് തൊട്ട് 1765 വരെ അവർ എന്താ ചെയ്തിരുന്നത്? വ്യാപാരം തന്നെയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ 1765 അവർ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ സിസ്റ്റം എന്തെന്നറിയപ്പെട്ടു? ദിവാനി എന്നറിയപ്പെട്ടു. ദിവാനി എന്താണ്? റൈറ്റ്സ് ഓവർ റവന്യൂ ആൻഡ് സിവിൽ ജസ്റ്റിസ്. എന്താണ് ദിവാനി സിസ്റ്റം? റൈറ്റ്സ് ഓവർ റവന്യൂ ആൻഡ് സിവിൽ ജസ്റ്റിസ്. ഈ എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 1765. ഏതൊക്കെ സ്റ്റേറ്റ്സിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ബംഗാൾ, ബീഹാർ ആൻഡ് ഒറീസ. ഈ 3 സ്റ്റേറ്റ്സിലാണ് ദിവാനി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ 1857 എന്ത് നടന്നത്? ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടന്നത്. അങ്ങനെ എന്തായി? ബ്രിട്ടീഷ് ക്രൗണിന്റെ കയ്യിലായി ഇന്ത്യയുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി. ആരുടെ അണ്ടറിലായി? ബ്രിട്ടീഷ് ക്രൗണിന്റെ അണ്ടറിലായി. അത് കഴിഞ്ഞ് അത് എത്ര നാൾ വരെ തുടർന്നു? 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ പിന്നെ ഫുൾ ഇന്ത്യയുടെ കൺട്രോൾ ആരുടെ കയ്യിലായിരുന്നു? ബ്രിട്ടീഷ് ക്രൗണിന്റെ കയ്യിലായിരുന്നു. പിന്നെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് വേണ്ടി വന്നു? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ആവശ്യമായിട്ട് വന്നു. അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കാനായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നിലവിൽ വന്നു. ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിച്ചത് എന്നാണ്? 1946 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിച്ചത്. എന്നിട്ട് അവരൊരു കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ചു. അതെന്താണ് നിലവിൽ വന്നത്? 1950 ജനുവരി 26 കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. ഓർത്തു വെക്കുക, ബ്രിട്ടീഷുകാർ ഇന്ത്യ വന്നത് 1608 എന്തിനു വേണ്ടിയാണ് അവർ വന്നത്? വ്യാപാരത്തിനായിട്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന ഫോമിലാണ് അവർ വന്നത്. പിന്നെന്താണ്? അവർ ദിവാനി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1765 എന്താണ് ദിവാനി? റൈറ്റ്സ് ഓവർ റവന്യൂ ആൻഡ് സിവിൽ ജസ്റ്റിസ്. പിന്നെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടന്നത് എന്താണ്? 1857. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകൃതമായത് എന്താണ്? 1946. കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 26. ജനുവരി 26 എന്നാണ് റിപ്പബ്ലിക് ഡേ. ഓക്കെ. പിന്നെ ഈ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ തൊട്ടുള്ള കുറെ ഈവൻസ് ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഈ ഈവൻസിനെല്ലാം രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്: കമ്പനി റൂൾ എന്നും ക്രൗൺ റൂൾ എന്നും. കമ്പനി റൂൾ എന്ന് പറയുന്നത് 1773 തൊട്ട് 1858 വരെയുള്ള ടൈമില് ഉണ്ടായിട്ടുള്ള ആക്ടുകളും കാര്യങ്ങളൊക്കെയാണ്. ക്രൗൺ റൂൾ വരുന്നത് 1858 തൊട്ട് 1947. 1947 പ്രത്യേകത എന്താണ്? ആ വർഷമാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. ആ വർഷം വരെയുള്ള ഈവൻസ് ഒക്കെയാണ് ക്രൗൺ റൂളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ക്രൗൺ റൂളും കമ്പനി റൂളും. കമ്പനി റൂൾ 1773 to 1858, ക്രൗൺ റൂൾ 1858 to 1947. ഓർത്ത് വെച്ചാൽ മതി. കമ്പനി റൂൾ തുടങ്ങി അവസാനിക്കുന്നത് ക്രൗൺ റൂളിന്റെ തുടക്കത്തിലാണ്. ക്രൗൺ റൂൾ തുടങ്ങി അവസാനിക്കുന്നത് സ്വാതന്ത്ര്യം കിട്ടുന്ന ടൈമിലാണ്. അപ്പൊ അതിൽ ആദ്യത്തെ ആക്ട് പഠിക്കാനുള്ള ആക്ട് ആണ് എന്ത്? റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 വരുന്നത്. It was the first step taken by the British government to control the affairs of East India Company in India. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അഫയേഴ്സിനെ, ഇന്ത്യയിലെ അഫയേഴ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട്, റെഗുലേറ്റ് ചെയ്യാനായിട്ടും ബ്രിട്ടീഷ് ഗവൺമെന്റ് എടുത്ത ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് എന്ത്? ഈ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ഇറ്റ് ലൈഡ് ദ ഫൗണ്ടേഷൻ ഓഫ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യ. ഒരു സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ, അതിന്റെ ഒരു ഫൗണ്ടേഷൻ ഇട്ടത് എവിടെയാണ്? ഈ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ആണ്. ഓർത്തു വെക്കുക, EICയുടെ അഫയേഴ്സിനെ, ഇന്ത്യയിലെ അഫയേഴ്സിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നാണ്. പിന്നെ ഒരു സെൻട്രൽ അഡ്മിനിസ്ട്രേഷന് ഒരു ഫൗണ്ടേഷൻ
കൊടുത്തതും ഏത് നിയമമാണ്? റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ആണ്. റെഗുലേറ്റിംഗ് ആക്ട് ആണ്. റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ആണ്. പിന്നെ എന്താണ്? അതുവരെ എന്തുണ്ടായിരുന്നു? ഗവർണർ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിനെ അവർ മാറ്റി. ഈ റെഗുലേറ്റിംഗ് ആക്ട് കൊണ്ടുവന്നിട്ട് അത് മാറ്റിയിട്ട് എന്തെന്നാക്കി? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് ആക്കി. അങ്ങനെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? ലോർഡ് വാറൻ ഹോസ്റ്റിംഗ്സ് ആയിരുന്നു ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയത്. പിന്നെ അതിൽ തന്നെ ആ ആക്ടിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സുപ്രീം കോർട്ട് അറ്റ് കൊൽക്കത്ത 1774 അതായത് റെഗുലേറ്റിംഗ് ആക്ട് കൊണ്ടുവന്നിട്ട് ഒരു വർഷം കഴിഞ്ഞ് 1774 റെഗുലേറ്റിംഗ് ആക്ട് എന്നാണ് 1773 അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് 1774 എവിടെ? കൊൽക്കത്തയിൽ ഒരു സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓർത്തു വെക്കേണ്ട കാര്യം, ഗവർണർ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കി കൊൽക്കത്തയിൽ വന്നിട്ട് ഒരു സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത ആക്ട് ആണ് അമെൻഡിംഗ് ആക്ട് ഓഫ് 1781. ഇത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ട് ഒന്നും അല്ല, ഓർത്ത് വെച്ചാൽ. അതായത് റെഗുലേറ്റിംഗ് ആക്ട് 1773 കുറെ ഡിഫക്ട്സ് ഉണ്ടായിരുന്നു. അതിനെയൊക്കെ അമെൻഡ് ചെയ്യാനായിട്ട് അമെൻഡ് ചെയ്തുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് 1781 പാസ്സാക്കിയ ആക്ട് ആണ് എന്ത്? അമെൻഡിംഗ് ആക്ട് ഓഫ് 1781. ഇത്രയേ ഉള്ളൂ. റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ഡിഫക്ട്സ് ഒക്കെ അമെൻഡ് ചെയ്തുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് 1781 പാസ്സാക്കിയ ആക്ട് ആണ് എന്ത്? അമെൻഡിംഗ് ആക്ട് ഓഫ് 1781 എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ആക്ട് ആണ് പിറ്റ്സിന്റെ ആക്ട് ഓഫ് 1784. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ട് ആണ്. കാരണം ആ ഒരു ടൈമിൽ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൊമേഴ്ഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫംഗ്ഷൻസിനെ രണ്ടായിട്ട് തിരിച്ചു. പിന്നെ എന്നിട്ട് അവർ രണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസ് ക്രിയേറ്റ് ചെയ്തു. ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞു. എന്താണ് ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്? അവരെന്ത് ചെയ്യും? മാനേജ് ചെയ്യും. ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് കൊമേഴ്ഷ്യൽ അഫയേഴ്സ് കൊടുത്തു. അതുപോലെ തന്നെ ബോർഡ് ഓഫ് കൺട്രോളിന് എന്ത് കൊടുത്തു? പൊളിറ്റിക്കൽ അഫയേഴ്സും കൊടുത്തു. ആദ്യം എന്ത് ചെയ്തു? EICയുടെ അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൊമേഴ്ഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ് രണ്ടായിട്ട് തിരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ബോർഡ് ഓഫ് കൺട്രോളും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെയും ക്രിയേറ്റ് ചെയ്തു. രണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസ് ആണ്. അതിൽ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് കൊമേഴ്ഷ്യൽ അഫയേഴ്സ് മാനേജ് ചെയ്യാൻ കൊടുത്തു. ബോർഡ് ഓഫ് കൺട്രോളിന് പൊളിറ്റിക്കൽ അഫയേഴ്സും മാനേജ് ചെയ്യാൻ കൊടുത്തു. അങ്ങനെ എന്ത് അവർ ക്രിയേറ്റ് ചെയ്തു? ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവന്നു. ആ സിസ്റ്റത്തിന്റെ പേര് എന്താണ്? സിസ്റ്റം ഓഫ് ഡബിൾ ഗവൺമെന്റ്. അങ്ങനെ അവരെന്തൊരു സിസ്റ്റം ഓഫ് ഡബിൾ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ അത്രേ ഉള്ളൂ പിറ്റ്സിന്റെ ആക്ടില്. പിന്നെ വരുന്ന ആക്ട് ആണ് ചാർട്ടർ ആക്ട്. ചാർട്ടർ ആക്ട്സിന്റെ ഒരു സീരീസ് ആണ്. 20 വർഷം ഗ്യാപ്പില് 4 ആക്ടുകളാണ് അതിനകത്ത് വരുന്നത്. ചാർട്ടർ ആക്ട് ഓഫ് 1793, ചാർട്ടർ ആക്ട് ഓഫ് 1813, ചാർട്ടർ ആക്ട് ഓഫ് 1833 ആൻഡ് ചാർട്ടർ ആക്ട് ഓഫ് 1853. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1833 ചാർട്ടർ ആക്ട് ഓഫ് 1853 ആണ്. ചാർട്ടർ ആക്ട് ഓഫ് 1833 നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഗവർണർ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കി എന്ന് പറഞ്ഞായിരുന്നു. ഏത് ആക്ടില്? റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. എന്നിട്ട് ഈ ചാർട്ടർ ആക്ട് ഓഫ് 1833 വന്നപ്പോ അവർ ഈ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ ആരാക്കി? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആക്കി. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള ആ പോസ്റ്റ് മാറ്റിയിട്ട് എന്താക്കി? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് എല്ലാ പവേഴ്സും ആർക്ക് കൊടുത്തു? ഈ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്ക് കൊടുത്തു. അങ്ങനെ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരായിരുന്നു എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ആൻസർ വരുന്നത് ലോർഡ് വില്യം ബെന്റിക് ആയിരുന്നു ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. പിന്നെ അത് തന്നെ ഈ ആക്ട് തന്നെ എന്താക്കി? ഇറ്റ് എൻഡഡ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് കൊമേഴ്ഷ്യൽ ബോഡി എന്നുള്ള നിലയിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എല്ലാ ആക്ടിവിറ്റീസിനെ അവരില്ലാണ്ടാക്കി. അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഓർത്തു വെക്കേണ്ട കാര്യം, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പോസ്റ്റ് മാറ്റിയിട്ട് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആക്കി. ആരായിരുന്നു ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്? ലോർഡ് വില്യം ബെന്റിക് ആയിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ വരുന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1853 ആണ്. ഇതെന്താ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു എന്ത്? ചാർട്ടർ ആക്ട് സീരീസിലെ ഏറ്റവും ലാസ്റ്റത്തെ ആക്ട് എന്ന് പറയുന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1853 ആയിരുന്നു. ഈ ഒരു ആക്ടിന്റെ ഒരു ടൈമില് ഒരു ഗവർണർ ജനറൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ കൊണ്ടുവന്നു. ആ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്തെന്ന് അറിയപ്പെട്ടു? ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് അറിയപ്പെട്ടു. അത് എന്തായിട്ടാണ് ഫംഗ്ഷൻ ചെയ്തത്? ഒരു മിനി പാർലമെന്റ് ആയിട്ടായിരുന്നു അത് ഫംഗ്ഷൻ ചെയ്തത്. അതിനകത്ത് 4 ഇന്ത്യൻസും ഉണ്ടായിരുന്നു. 4 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു ഇന്ത്യ എന്നുള്ളത്. ഏതൊക്കെ സ്ഥലത്ത് നിന്നുള്ളതാണ്? മദ്രാസ്, ബോംബെ, ബംഗാൾ ആൻഡ് ആഗ്ര. അപ്പൊ ചാർട്ടർ ആക്ട് ഓഫ് 1853 എന്ന് പറയുന്നത്
ചാർട്ടർ ആക്ടിന്റെ സീരീസിലെ ഏറ്റവും ലാസ്റ്റത്തെ ആക്ട് ആയിരുന്നു. പിന്നെ എന്തായിരുന്നു, ഒരു ഗവർണർ ജനറൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. ആ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ പേരെന്ന് പറയുന്നത് ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നാണ് അറിയപ്പെട്ടത്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു മിനി പാർലമെന്റ് ആയിട്ടാണ് ഇത് ഫംഗ്ഷൻ ചെയ്തത്. അതിനകത്ത് 4 ഇന്ത്യൻ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. എവിടെ നിന്നൊക്കെ ഉള്ളതായിരുന്നു? മദ്രാസ്, ബോംബെ, ബംഗാൾ ആൻഡ് ആഗ്ര. അപ്പൊ ഇത്രയേ ഉള്ളൂ എന്ത്, ചാർട്ടർ ആക്ടിന്റെ സീരീസും തീർന്നു. ഇനി പഠിക്കാനുള്ളതാണ് ക്രൗൺ റൂൾ. അപ്പൊ കമ്പനി റൂൾ ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. 1773 തൊട്ട് 1858 വരെയായിരുന്നു എന്ത്, കമ്പനി റൂൾ ഉണ്ടായിരുന്നത്. അത് തീർന്നു. ഇനിയുള്ളതാണ് എന്ത്, ക്രൗൺ റൂൾ. അത് 1858 തൊട്ട് 1947 വരെ, സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ. ഒരു ക്രോണോളജിക്കൽ ഓർഡർ ആണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. കമ്പനി റൂള് 1773 സ്റ്റാർട്ട് ചെയ്ത് 1858 അവസാനിക്കുന്നു. ക്രൗൺ റൂള് 1858 സ്റ്റാർട്ട് ചെയ്ത് 1947, അതായത് സ്വാതന്ത്ര്യം കിട്ടുന്ന ഇയറിൽ അവസാനിക്കുന്നു. അപ്പൊ അത് അത്രയേ ഉള്ളൂ. ഇനി ക്രൗൺ റൂളിലേക്ക് വരുമ്പോൾ അതിൽ ആദ്യത്തെ ആക്ട് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1858. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1858 അറിയപ്പെട്ടിരുന്നത് എന്തെന്നാണ്? ആക്ട് ഓഫ് ഗുഡ് ഗവൺമെന്റ് ഫോർ ഇന്ത്യ എന്നാണ് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1858 അറിയപ്പെട്ടിരുന്നത്. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1858 എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞു 1773 റെഗുലേറ്റിംഗ് ആക്ടില് ഗവർണർ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ചാർട്ടർ ആക്ട് ഓഫ് 1833 ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആക്കി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്ത് ചെയ്തു? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1858 ഈ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യനെ വൈസ്രോയി ഓഫ് ഇന്ത്യ എന്ന് ആക്കി. ആദ്യത്തെ വൈസ്രോയി ആരാണ്? ലോർഡ് കാനിൻ becomes the first viceroy of India. ഫസ്റ്റ് വൈസ്രോയി ആരായിരുന്നു? ലോർഡ് കാനിൻ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ എന്താണ്, ഡബിൾ ഗവൺമെന്റ് സിസ്റ്റം ഒക്കെ എൻഡ് ചെയ്തു. അതായത് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, ബോർഡ് ഓഫ് കൺട്രോൾ എന്നൊക്കെ പറഞ്ഞിട്ട് പിറ്റ്സിന്റെ ആക്ടിൽ എന്ത് ചെയ്തിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രണ്ടായിട്ട് തിരിച്ചിരുന്നു. രണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസ് ക്രിയേറ്റ് ചെയ്തിരുന്നു, ബോർഡ് ഓഫ് കൺട്രോൾ, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. ഇതിനെയൊക്കെ എന്ത് ചെയ്തു? ആ ഡബിൾ ഗവൺമെന്റ് എന്നുള്ള സിസ്റ്റം അവര് അബോളിഷ് ചെയ്തു. അപ്പൊ അതത്രേ ഉള്ളൂ. പിന്നെന്താണ്, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1860. ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആണ് പിന്നെ വരുന്നത്. അതും ഒരു സീരീസ് ആണ്, 3 ആക്ടുകളുണ്ട്. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1861, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1892, അതുപോലെ തന്നെ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 909. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 909 ആണ്. അതാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? മോർലി മിന്റോ റിഫോംസ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ലോർഡ് മോർലി ആരായിരുന്നു? ആ സമയത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആയിരുന്നു എന്ത്? ലോർഡ് മോർലി. അതുപോലെ തന്നെ ലോർഡ് മിന്റോ ആരായിരുന്നു? ആ സമയത്തെ വൈസ്രോയി ആയിരുന്നു. അവരുണ്ടായിരുന്ന ആ ഒരു ടൈമിലെ ആക്ട് ആണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 909. അതിന് വേറൊരു പേരാണ് മോർലി മിന്റോ റിഫോംസ്. ജസ്റ്റ് ഓർത്ത് വെക്കുക. പിന്നെ ആ ഒരു ടൈമിൽ എന്തായി? ഈ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞിരുന്നു. അതിനകത്തെ മെമ്പേഴ്സിന്റെ അതില് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ഉണ്ട്, ഒഫീഷ്യൽ മെമ്പേഴ്സും ഉണ്ട്. ഈ 2 മെമ്പേഴ്സിന്റെ എണ്ണം കൂട്ടി, ഇന്ത്യൻസിനെ കുറച്ചുകൂടി പേരെ ഇതിലേക്ക് ആഡ് ചെയ്തു. അതായത് അതിലെ ഒഫീഷ്യൽ മെമ്പേഴ്സ് എത്ര പേരായിരുന്നു? 16 പേരായിരുന്നു. അതിലെ 60 പേരെ, അത് ആ ഒരു ഒഫീഷ്യൽ മെമ്പേഴ്സിന്റെ എണ്ണം 60 ആക്കി. പിന്നെ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിന്റെ എണ്ണം കറക്റ്റ് ആയിട്ട് ഇതുവരെ ഇല്ലായിരുന്നു, സോ അത് കൊടുത്തിട്ടില്ല. അങ്ങനെ കുറച്ച് കൂട്ടി. പിന്നെ അവർക്ക് എന്തോ ഒരു അധികാരം കൊടുത്തു, ബഡ്ജറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാന്നുള്ള കുറച്ച് അധികാരങ്ങളൊക്കെ കൊടുത്തു. പിന്നെ ഒരു ഇന്ത്യൻ അതിനകത്ത് ജോയിൻ ആയി. അപ്പൊ ആദ്യമായിട്ട് ഈ നമ്മുടെ വൈസ്രോയുടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ജോയിൻ ചെയ്ത ഇന്ത്യൻ എന്ന് പറയുന്നത് സത്യേന്ദ്ര പ്രസാദ് സിൻഹയാണ്. ആദ്യമായിട്ട് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ജോയിൻ ചെയ്ത ഇന്ത്യൻ എന്ന് പറയുന്നത് സത്യേന്ദ്ര പ്രസാദ് സിൻഹ. ജസ്റ്റ് ഓർത്ത് വെക്കുക, നെയിം ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഈ ലോർഡ് മിന്റോ എന്തെന്ന് അറിയപ്പെടുന്നു? ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ട്രോറേറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എന്ത്? ലോർഡ് മിന്റോ. എന്താണ് ഈ കമ്മ്യൂണൽ ഇലക്ട്രോറേറ്റ്? അതായത് 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ടിന്റെ ടൈമില് എന്ത് ചെയ്തു? ലോർഡ് മിന്റോയും ലോർഡ് മോർലിയും കൂടെ എന്ത് ചെയ്തു? പുതിയൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു, കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ പറഞ്ഞിട്ട്. കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ എന്താണ്? അതായത് മുസ്ലിം മെമ്പേഴ്സിനെ വോട്ട് ചെയ്ത് സെലക്ട് ചെയ്യുന്നത് മുസ്ലിം വോട്ടേഴ്സ് ആയിരിക്കും. അതുപോലെ ഹിന്ദു മെമ്പേഴ്സിനെ വോട്ട് ചെയ്ത് സെലക്ട് ചെയ്യുന്നത് ഹിന്ദു വോട്ടേഴ്സ് ആയിരിക്കും എന്നൊരു രീതിയിൽ നമ്മൾ തമ്മിലൊരു ഡിസ്പ്യൂട്ട്
മീൻസ് ഇന്ത്യയിൽ തന്നെ ഒരു ഡിസ്പ്യൂട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കമ്മ്യൂണൽ ഇലക്ട്രോറേറ്റ് എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതുവഴി ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ട്രോറേറ്റ് എന്നറിയപ്പെട്ട വ്യക്തിയാണ് ആര്? ലോർഡ് മിന്റോ. പിന്നെയുള്ള ആക്ട് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919. അതിൽ എന്ത് ചെയ്തു? ആ ഒരു ആക്ടില് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഡയറക്റ്റ് ഇലക്ഷൻസ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡയറക്റ്റ് ഇലക്ഷൻസ് നടന്നത് ആ ഒരു ആക്ടിന്റെ ടൈമിലാണ്. പിന്നെന്താ? ഫ്രാഞ്ചൈസ്, അതായത് ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് പീപ്പിളിന് പ്രോപ്പർട്ടി, ടാക്സ്, എഡ്യൂക്കേഷൻ ഇതിന്റെ ബേസിൽ വോട്ടവകാശം കൊടുത്തതും ഏത് സമയത്താണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 ടൈമിലാണ്. പിന്നെ ഉള്ളതാണ് സൈമൺ കമ്മീഷനും കമ്മ്യൂണൽ അവാർഡും. സൈമൺ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു 7 മെമ്പർ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ ആണ്. 7 മെമ്പേഴ്സ് ആയിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് സർ ജോൺ സൈമൺ ആയിരുന്നു. അതിലെ ഇന്ത്യൻസ് ആരും ഇല്ല, എല്ലാ മെമ്പേഴ്സും ബ്രിട്ടീഷേഴ്സ് ആയിരുന്നു. ഇന്ത്യയുടെ പുതിയ കോൺസ്റ്റിറ്റ്യൂഷന്റെ കീഴിലുള്ള ഇന്ത്യയുടെ ആ ഒരു അവസ്ഥ, ആ ഒരു അതിനെക്കുറിച്ച് പഠിച്ച ഒരു റിപ്പോർട്ട് കൊടുക്കാനായിട്ടാണ് എന്ത് സൈമൺ കമ്മീഷൻ രൂപീകരിച്ചത്. പക്ഷെ അതില് ഇന്ത്യൻസ് ആരും ഇല്ലാത്തത് കൊണ്ട് എല്ലാ പാർട്ടികളും, കോൺഗ്രസും മുസ്ലിം ലീഗും എല്ലാം എന്ത് ചെയ്തു? ഈ ഒരു സൈമൺ കമ്മീഷനെ ബോയ്ക്കോട്ട് ചെയ്തു. ആരും അതില് ജോയിൻ ആയില്ല. അവർ തന്നെ അവരുടെ റിപ്പോർട്ട് ഉണ്ടാക്കി, റിപ്പോർട്ട് കൊടുത്തത് എന്താണ്? 1930 റിപ്പോർട്ട് കൊടുത്തു. സൈമൺ കമ്മീഷൻ എന്താണ്? ഒരു 7 മെമ്പേഴ്സ് ഉള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ ആണ്. അതിൽ ഉണ്ടായിരുന്ന എല്ലാ മെമ്പേഴ്സും ആരായിരുന്നു? ബ്രിട്ടീഷേഴ്സ് ആയിരുന്നു. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് സർ ജോൺ സൈമൺ ആയിരുന്നു. അവര് റിപ്പോർട്ട് പ്രസന്റ് ചെയ്തത് എന്നാണ്? 1930. പിന്നെ കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയുന്നത് ഒരു സ്കീമാണ്. എന്താണ്? റെപ്രസെന്റേഷൻ ഓഫ് മൈനോറിറ്റീസ് വിച്ച് കെയിം ടു ബി നോൺ എസ് കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ ഓഫ് മൈനോറിറ്റീസ്, ഒരു പുതിയ സ്കീം. അതിനകത്ത് മൈനോറിറ്റീസിന്റെ റെപ്രസെന്റേഷൻ ഉണ്ട്. അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ആ ഒരു ആളുകളുടെയൊക്കെ ഒരു റെപ്രസെന്റേഷൻ, അവർക്കൊരു റെപ്രസെന്റേഷൻ കൊടുത്തിട്ട് ഉള്ളൊരു സ്കീം. അതാണ് കമ്മ്യൂണൽ അവാർഡ്. പിന്നെ വരുന്ന അടുത്ത ആക്ട് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 എന്താക്കി? ഇറ്റ് പ്രൊവൈഡഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഓൾ ഇന്ത്യ ഫെഡറേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് പ്രോവിൻസസ് ആൻഡ് പ്രിൻസിലി സ്റ്റേറ്റ്സ് യൂണിറ്റ്. പ്രോവിൻസസിലെയും പ്രിൻസിലി സ്റ്റേറ്റ്സിനെയും യൂണിറ്റ്സ് ആക്കിയിട്ട് ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷൻ അവര് എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെ അതിലൊരു 3 ലിസ്റ്റ് കൊടുത്തു. ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 3 ലിസ്റ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വലിയ ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഓർത്ത് വെക്കുക. 3 ലിസ്റ്റ് ആണുള്ളത്: ഫെഡറൽ, പ്രൊവിൻഷ്യൽ ആൻഡ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷൻ രൂപീകരിച്ചു. പിന്നെ എന്താണ്? ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 ടൈമില് എസ്റ്റാബ്ലിഷ് ഫെഡറൽ കോർട്ട്, ഒരു ഫെഡറൽ കോർട്ട് സെറ്റപ്പ് ചെയ്തു. അതെന്താണ് സെറ്റപ്പ് ആയത്? 1937 ഒരു ഫെഡറൽ കോർട്ടും രൂപീകരിച്ചു. അത് രണ്ടും ഇതിനകത്തുനിന്ന് ഓർത്തു വെക്കുക. പിന്നെ വരുന്ന ഇമ്പോർട്ടന്റ് ആക്ട് ആണ് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947. അതിനകത്ത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. പിന്നെ അതിനകത്ത് ഓർത്തു വെക്കേണ്ടതാണ് മൗണ്ട് ബാറ്റൻ പ്ലാൻ. അതിന്റെ ഡേറ്റ് വരുന്നത് June 3, 1947 ആണ്. മൗണ്ട് ബാറ്റൻ പ്ലാൻ June 3, 1947 ഓർത്തു വെക്കുക. മൗണ്ട് ബാറ്റൻ ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? മൗണ്ട് ബാറ്റൻ ആയിരുന്നു. പിന്നെ എന്താണ് മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന് പറയുന്നത്? പാർട്ടീഷൻ പ്ലാൻ ആണ്. ഇന്ത്യനെ പാകിസ്ഥാനെ 2 ഡൊമൈൻ ആക്കി വേർതിരിക്കാനുള്ള ഒരു പാർട്ടീഷൻ പ്ലാൻ ആണ് മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന് പറയുന്നത്. അത് എല്ലാവരും അംഗീകരിച്ചു. അങ്ങനെ എന്തായി? ഇന്ത്യ പാകിസ്ഥാന് 2 ഡൊമൈൻ ആയി. പിന്നെ ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ ഒരു ടൈമില് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കാനായിട്ട് പറഞ്ഞിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകൃതമായതും അവർക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യക്ക് ഇഷ്ടമുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യക്ക് ഉണ്ടാക്കാവുന്ന ഒരു നിയമം വന്നതൊക്കെ ഏത് ടൈമിലാണ്? ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 ടൈമിലാണ്. പിന്നെ വരുന്നത് ഈ ഒരു ചാപ്റ്ററിൽ കൊടുത്തേക്കുന്നതാണ് മിനിസ്റ്റേഴ്സ്. ആദ്യത്തെ ആ ഒരു ഗവൺമെന്റിന്റെ ഫസ്റ്റ് പാർലമെന്റ് ഓഫ് ഇന്ത്യയിൽ വരുന്ന മിനിസ്റ്റേഴ്സ് ഒക്കെ ആരൊക്കെയാണെന്നുള്ളതാണ്. അതിനകത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് ആരായിരുന്നു? ഡിഫൻസ് മിനിസ്റ്റർ. ഫസ്റ്റ് ഡിഫൻസ് മിനിസ്റ്റർ ആരാണെന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ വരുന്നത് സർദാർ ബാൽദേവ് സിംഗ്. ആരായിരുന്നു ഫസ്റ്റ് ഡിഫൻസ് മിനിസ്റ്റർ? സർദാർ ബാൽദേവ് സിംഗ് ആണ് ആദ്യത്തെ ഡിഫൻസ് മിനിസ്റ്റർ. ഇനി ഇതിന്റെയൊക്കെ നോട്ട്സ് വരുന്നുണ്ട്. നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് ഒരു മെസ്സേജ് ചെയ്താൽ മതി. പെയ്ഡ് നോട്ട്സ് ആണ്. ഞാൻ എന്റെ വാട്സപ്പിന്റെ നമ്പറും വാട്സപ്പിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ ലിങ്കും പിന്നെന്താ ഇൻസ്റ്റാഗ്രാം ഐഡിയും ഇതിന് കൂടുതൽ കൊടുത്തേക്കാം. ജസ്റ്റ് നിങ്ങൾ അതിൽ എനിക്കൊരു മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ DM ചെയ്യുകയോ ചെയ്താൽ മതി. ഞാൻ നോട്ട്സിന്റെ ഡീറ്റെയിൽസ് പറയാം. പെയ്ഡ് നോട്ട്സ് ആണ്, എന്നാൽ കൂടെ എന്താണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ എല്ലാം കംപ്ലീറ്റ് GK, ഇംഗ്ലീഷ് ഇതിന്റെ എല്ലാം എന്തുണ്ട്? നോട്ട്സ് ഉണ്ട്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ
ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക് യു.